പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകിൽ ഹമാസിന്റെ കൈകളുമുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഹമാസ് പ്രേമികൾക്ക് യാതൊരുവിധ നാണക്കേടോ ഞെട്ടലോ ഇല്ല. അവർ സന്തോഷിക്കുകയാണ്, ആർമാദിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിലൂടെ വലിയ രീതിയിൽ പാകിസ്ഥാന് പിന്തുണ കൊടുത്തുകൊണ്ട് പേപ്പട്ടികൾ കുരയ്ക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. രാജ്യത്തെ ഏതൊക്കെ തരത്തിൽ അധിക്ഷേപിക്കാമോ, ഈ ആക്രമണം നടത്തിയത് ഭീകരവാദികളല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുമോ, ഭീകരവാദത്തിന് മതമില്ല എന്ന് പറയാമോ, അത്തരത്തിലെല്ലാം തന്നെ ഇവർ ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് കുരയ്ക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ ഇവർ പാടിപ്പുകഴ്ത്തുന്ന പോരാളികൾ എന്ന് വിളിക്കുന്ന ഹമാസിന്റെ കൈകളും ഇതിന്റെ പിന്നിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പാകിസ്ഥാന്റെ ആ വെറി പിടിച്ച നായയായിട്ടുള്ള സൈനിക മേധാവിയായിട്ടുള്ള മുനീർ എന്ന് പറയുന്ന നരാധമൻ ഇപ്പോൾ ഹമാസിനെ കാണാൻ പോയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനകൾ തമ്മിലുള്ള ബന്ധം വളർന്നു വരുന്നതായി ഇന്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഹമാസ് ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഹമാസ് പ്രതിനിധി സംഘം അടുത്തിടെ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ താവളം സന്ദർശിച്ചിരുന്നു. ബഹവൽപൂരിൽ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ഒരു പ്രധാന പാകിസ്ഥാൻ സൈനിക യൂണിറ്റ് ആയിട്ടുള്ള ബഹാവൽപൂർ കോർപ്സിന്റെ ഭാഗമാണ് ഈ സൗകര്യം എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പഹൽഗാം ഭീകരാക്രമണം ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് തുല്യം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത് പറഞ്ഞിരിക്കുന്നത് മുൻ US പെന്റഗൺ ഉദ്യോഗസ്ഥൻ മൈക്കിൾ റൂബിൻ തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണം ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ഹമാസ് നടത്തിയ കൂട്ടക്കൊല, രണ്ട് സംഭവങ്ങൾക്കും പിന്നിലെ പ്രവർത്തന രീതിയും ലക്ഷ്യങ്ങളും ശ്രദ്ധേയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക പോലും പറയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലെ ഹമാസ് ആക്രമണം നടത്തിയപ്പോൾ സംഭവിച്ചത് ഇതാണ്. ജൂതന്മാർക്കെതിരെ മാത്രമല്ല, ഗാസ മുനമ്പിൽ സമാധാനവും സാധാരണ അവസ്ഥയും ആഗ്രഹിക്കുന്ന ഏറ്റവും ലിബറൽ ജൂതന്മാർക്കെതിരെയും ഇത് പ്രത്യേകമായി ലക്ഷ്യമിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ആക്രമണമാണ് അവിടെ നടന്നത് എന്നാണ് റൂബിൻ പറയുന്നത്. ഹിന്ദു വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള പഹൽഗാം ആക്രമണം ഇസ്രായേലിൽ കാണുന്ന പ്രത്യയശാസ്ത്രപരമായ ലക്ഷ്യത്തെ പ്രതിഫലിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു അവധിക്കാല റിസോർട്ടിൽ ഒരു മധ്യവേനൽ അവധിക്കാലത്ത് ആഘോഷിക്കാനെത്തിയ ഹിന്ദുക്കളെ ലക്ഷ്യം വയ്ക്കുമ്പോൾ പാകിസ്ഥാനികൾ അതേ തന്ത്രം, അതായത് പാകിസ്ഥാനികൾ ഹമാസ് പറയുന്ന അതേ തന്ത്രമാണ് പയറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെയാണ് കൃത്യമായി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.